ഹായ് ഓൾ, വെൽക്കം ടു ക്രിക്കറീന. RCBയുടെ ഇന്ത്യൻ താരമായ ദേവ്ദത്ത് പടിക്കൽ പരിക്ക് കാരണം ഇപ്പോൾ പുറത്തായിട്ടുണ്ട്. ഇനി ഈ സീസണിൽ അദ്ദേഹത്തിന് കളിക്കാൻ കഴിയില്ല. പകരം മായങ്ക് അഗർവാളിനെ RCB ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വളരെയധികം എക്സ്പീരിയൻസ് ഉള്ള ഇന്ത്യൻ താരമാണ് മായങ്ക് അഗർവാൾ. അദ്ദേഹത്തിന് തിളങ്ങാൻ കഴിയുമോ എന്നതാണ് ഇനി ആരാധകർക്ക് അറിയേണ്ടത്. നമുക്കറിയാം, നേരത്തെ RCBക്കൊപ്പം IPL കരിയർ ആരംഭിച്ച താരമാണ് മായങ്ക് അഗർവാൾ. പിന്നീട് പല ടീമുകൾക്ക് വേണ്ടിയും അദ്ദേഹം കളിച്ചിട്ടുണ്ട്. ഏതായാലും അദ്ദേഹത്തിന്റെ സമീപകാലത്തെ പെർഫോമൻസുകൾ നമുക്ക് ഒന്ന് പരിശോധിക്കേണ്ടതുണ്ട്. 2023 IPLലാണ് അദ്ദേഹം അവസാനമായി കളിച്ചത്. അന്ന് വലിയ രൂപത്തിലൊന്നും തിളങ്ങാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടില്ല. എന്നിരുന്നാലും മോശമില്ലാത്ത രൂപത്തിൽ കളിച്ചിട്ടുണ്ട്. 10 മത്സരങ്ങൾ 270 റൺസ്, 27 ആണ് ആവറേജ് വരുന്നത്. സ്ട്രൈക്ക് റേറ്റ് 128.57 ആണ്. ഒരു അർദ്ധ സെഞ്ചുറി അദ്ദേഹം നേടിയിട്ടുണ്ട്. ടോപ്പ് സ്കോറർ ആയിക്കൊണ്ട് വരുന്നത് 83 ആണ്. ഇതാണ് 2023 അദ്ദേഹത്തിന്റെ IPLലെ കണക്കുകൾ. എന്നാൽ സമീപകാലത്തെ വിജയ് ഹസാരെ ട്രോഫിയിൽ കർണാടകയ്ക്ക് വേണ്ടി ഗംഭീര പ്രകടനം പുറത്തെടുക്കാൻ മായങ്ക് അഗർവാളിന് കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് RCB അദ്ദേഹത്തെ പരിഗണിച്ചിട്ടുള്ളത്. അതായത് 10 ഇന്നിങ്സുകളാണ് കർണാടകയ്ക്ക് വേണ്ടി വിജയ് ഹസാരെ ട്രോഫിയിൽ മായങ്ക് കളിച്ചിട്ടുള്ളത്. അതിൽ നിന്ന് 651 റൺസ് നേടി എന്ന് പറയുമ്പോൾ അത്രയും മാരക ഫോമിലാണ് അദ്ദേഹം സമീപകാലത്ത് കളിച്ചിട്ടുള്ളത്. ടൂർണമെന്റിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടിയ രണ്ടാമത്തെ താരം അത് മായങ്കാണ്. 47, 18, 139, 100, 124, 69, 116, 6-0, 32 ഇങ്ങനെയാണ് അദ്ദേഹത്തിന്റെ കണക്കുകൾ വരുന്നത്. സ്ഥിരതയാർന്ന പ്രകടനം അദ്ദേഹം നടത്തിയിട്ടുണ്ട് എന്ന കാര്യത്തിൽ സംശയങ്ങൾ ഇല്ല. അത് RCBക്ക് ഒരൽപ്പം സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്. ഇനി മായങ്ക് അഗർവാളിന്റെ IPL കരിയർ ഓവർവ്യൂ ഒന്ന് നോക്കേണ്ടതുണ്ട്. ആകെ 127 മത്സരങ്ങളാണ് അദ്ദേഹം കളിച്ചിട്ടുള്ളത്. 2661 റൺസാണ് ആകെ നേടിയിട്ടുള്ളത്. സ്ട്രൈക്ക് റേറ്റ് വരുന്നത് 133.05 ആണ്. ഒരു സെഞ്ചുറി, 13 അർദ്ധ സെഞ്ചുറികൾ എന്നിങ്ങനെയാണ് കണക്കുകൾ വരുന്നത്. വലിയ ഒരു മികവൊന്നും അവകാശപ്പെടാൻ മായങ്ക് അഗർവാളിന് കഴിഞ്ഞിട്ടില്ല. പക്ഷെ സമീപകാലത്തെ അദ്ദേഹത്തിന്റെ ഫോം അത് ആശാവഹമായ ഒന്നാണ്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.